ഇവിടാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത്രയും നാൾ ഓടിച്ചപ്പം ഉള്ള കംഫർട്ടും കാര്യങ്ങളും അതിൻ്റെ മൈലേജും സർവീസിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പേസുകളാണെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടിക്ക് എത്രയായി ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്? ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റിനോയുടെ കൈഗർ എന്ന് പറയുന്ന വാഹനമാണ്. റിനോ കൈഗർ എന്ന് പറയുന്നത് അത്ര പുതിയ വാഹനമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ കുറേ മാസങ്ങളായിട്ട് അവൈലബിൾ ആയിട്ടൊരു വാഹനമാണ് റിനോ കൈഗർ എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകൾ അവൈലബിൾ എന്ന് വെച്ചാൽ ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കൈഗർ എന്ന് പറയുന്നത്. കാരണം നിസാൻ അവരുടെ മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനം അവതരിപ്പിച്ചു. അതിന് തൊട്ട് പിന്നാലെ തന്നെ കൊണ്ടുവന്നൊരു വാഹനമാണ് റിനോ കൈഗർ. നിസാൻ മാഗ്നൈറ്റും റിനോ കൈഗറും ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഗിയർ ബോക്സുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ആണ് ഈ ഒരു രണ്ട് വാഹനങ്ങൾ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത്. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിസാൻ മാഗ്നൈറ്റിൻ്റെ സെയിം തന്നെയാണ് റിനോ കൈഗറും. എങ്കിലും രണ്ട് ബ്രാൻഡ്സ് നിർമ്മിക്കുമ്പം അതിൻ്റേതായ കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. കാരണം നമ്മുടെ റിനോയുടെ ഡസ്റ്ററിലും നിസാൻ്റെ ടെറാനോയിലും വന്നിരിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങളില്ലേ, അതുപോലെ കുറേ വ്യത്യാസങ്ങൾ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കുറേ ഈ വാഹനത്തിൻ്റെ അനുഭവങ്ങളും ഈ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെടുത്ത് റിവ്യൂ ചെയ്യുന്നതിലും നല്ലത് ഇത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളോട് നേരിട്ട് ചോദിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു വീഡിയോയ്ക്ക് വന്നത് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രോ മുതൽ കുറച്ച് ഏകദേശം ഒരു 5-6 മിനിറ്റ്സോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ഫയൽ നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മളിത് റീഷൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ വണ്ടി ഇല്ലാത്തത്. നമുക്ക് വണ്ടി റീഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അവൈലബിളും ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ നമ്മൾ ഒരു 4-5 മിനിറ്റോളം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഓണറെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രണവ് അല്ലേ? ബ്രോഡെയാണ് നമ്മുടെ റിനോ കൈഗർ എന്ന് പറയുന്നത്. ബ്രോ, എത്ര നാളായി ഈ ഒരു കൈഗർ സ്വന്തമാക്കിയിട്ട്? ഏകദേശം 7 മന്തായി. 7 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നത് തോന്നുന്നു. ആദ്യത്തെ ഡെലിവറി വന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വന്ന വാഹനമാണ്. അപ്പൊ ആദ്യം തന്നെ ബുക്ക് ചെയ്തു. എന്ത് കണ്ടിട്ടാണ് പെട്ടെന്ന് പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തപ്പോൾ എന്തിന്റെ വിശ്വാസത്തിലാണ്? ഒന്ന് കമ്പനിയുടെ ബേസിലാണോ അതോ ലുക്ക് അനുസരിച്ചാണോ, എങ്ങനെയാണ്? അതെ, ഇതിന്റെ ഒരു കണ്ടത് നമുക്കൊരു സ്പോർട്ടി ഫീൽ ഉണ്ടല്ലോ. പിന്നെ നമ്മളെപ്പോലുള്ള യുവത്വങ്ങൾക്കെല്ലാം ഒരു എന്താ പറയാ, പിന്നെ മസിൽ കാറിനോടാണ് താല്പര്യം. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിലെ ജനറേഷൻ തന്നെ ഇപ്പം സെഡാൻ പോലുള്ള ടൈപ്പ് വാഹനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു SUV ടൈപ്പ് വാഹനങ്ങളിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പം നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നതും അതുപോലെ തന്നെ ഒരു SUV ഫീല് കിട്ടുന്നതുമായിട്ടുള്ള ഒരു വണ്ടി, പിന്നെ കുറെ മസിലുകൾ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നതും കുറെ ബൾജസും കാര്യങ്ങളും അതൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കിയപ്പം 2 ഓപ്ഷൻ ആയിരുന്നു, നിസാന്റെ മാഗ്നറ്റും പിന്നെ റിനോൾട്ട് കൈഗറും. ഓക്കെ, അപ്പം ഓൾറെഡി നിസാന്റെ മാഗ്നറ്റ് ഇറങ്ങി നല്ല ഫീൽഡിൽ ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഉടനെ നമ്മുടെ കൈഗർ വന്നു. പിന്നെ റിനോയുടെ കസ്റ്റമേഴ്സിന് നമുക്കൊരു താല്പര്യം ഉണ്ടാവും വണ്ടി റിനോ എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പം റിനോയുടെ കസ്റ്റമർ സർവീസ് ഒക്കെ അത്രയും നല്ലതായപ്പോൾ റിനോ ഒരു വണ്ടി അവതരിപ്പിച്ചപ്പം മാഗ്നറ്റിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ അങ്ങോട്ട് ചായ്വ്. രണ്ടും സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് എങ്കിലും ഇതിലോട്ടാണ് കുറച്ചുകൂടെ ആഗ്രഹം തോന്നിയത് അല്ലേ? ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ രണ്ട് വണ്ടി ഏകദേശം സെയിം തന്നെയാണ് നിൽക്കും. പ്ലാറ്റ്ഫോംസും എല്ലാം ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി വരുമ്പോഴേ എല്ലാം 4.5 സംതിങ് എങ്ങാണ്ട് ക്രാഷ് ടെസ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന് എല്ലാം. അപ്പൊ പിന്നെ നോക്കിയപ്പം പിന്നെ നമ്മുടെ കുറെ പേഴ്സണൽ ചോയ്സുകളും കാണുമല്ലോ, അതെല്ലാം കൂടെ വന്നപ്പം ഒത്തു വന്ന വണ്ടി റിനോ കൈഗർ അല്ലേ? ഓക്കെ. അപ്പം ഇതിപ്പം എത്ര കിലോമീറ്റർ ഏകദേശം ഓടിച്ചിട്ടുണ്ട്? ഏകദേശം 3500-4000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 3500 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഓടിച്ചപ്പം ഏകദേശം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് ആകാറായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പം എന്തെങ്കിലും വ്യത്യാസങ്ങളോ, മൈലേജിൽ കുറച്ച് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും? മൈലേജ് നല്ല വ്യത്യാസമുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് പറയുന്നത് ഏകദേശം 18, ഇത് നോൺ ടെർബോ വെർഷനാണ്. അപ്പം നോൺ ടെർബോ വെർഷനാണ്. അപ്പം കമ്പനി നമുക്ക് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. മൈലേജ് കിട്ടത്തില്ല, ഏകദേശം 13-14 ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്.
കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഹൈവേ നല്ല റോഡുകളിലൊക്കെ പോകുമ്പോൾ 14 ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ നമ്മുടെ നോർമൽ റോഡുകളിൽ പോകുമ്പോൾ 11-12 ആ ഒരു റേഞ്ചിൽ വരത്തുള്ളൂ ആദ്യമൊക്കെ, ഫസ്റ്റ് സർവീസിന് മുമ്പേ. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം മൈലേജിന് കാര്യമായ വ്യത്യാസമുണ്ട്. 16 വരെ 16 കിലോമീറ്റർ നല്ല റോഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, നോർമൽ റോഡിൽ 13-14 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഒരു യൂസർ ഉപയോഗിക്കുന്ന മൈലേജ് ആണ് പറഞ്ഞത്, അല്ലാതെ ഷോറൂമിന്റെ മൈലേജ് അല്ല. ഓക്കെ, അപ്പം ആൾക്ക് ഉപയോഗിച്ചിട്ടും 16 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ഓടിക്കുന്ന ആ ഒരു രീതിയുടെ ഡ്രൈവ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോയാൽ വേണമെങ്കിൽ അവർ പറയുന്ന 18 എത്തിക്കാം, മാക്സിമം പോകുന്നതനുസരിച്ച് നല്ല മൈലേജ്. ഓക്കെ, 5 ഗിയേഴ്സ് അല്ലേ? 5 ഗിയേഴ്സ് ആണ്. ഓക്കെ, അപ്പം അത്രയും മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ലോങ് ഡ്രൈവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ലോങ് ഡ്രൈവ്സ് ഫ്രണ്ട്സിന്റെ കൂടെ വാഗമൺ അങ്ങനെയൊക്കെ കുറെ ഓക്കെ, ഒരു 200 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലൊക്കെ എറണാകുളം അങ്ങനെയൊക്കെ കുറെ പോയിട്ടുണ്ട്. നല്ല ദൂരമുള്ള യാത്രകൾ പോയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് എന്താണ് ഈ യാത്രാ സുഖത്തെ പറ്റി? പിന്നെ കംഫർട്ട് അല്ലേ, നല്ല കംഫർട്ടാണ്. കൂട്ടുകാരോട് പോകുമ്പോൾ നമ്മൾ പിന്നെ കംഫർട്ട് അത്ര നോക്കാറില്ല, എന്നാലും നല്ല കംഫർട്ടാണ്. അതെ, കൂട്ടുകാരാകുമ്പോൾ നമ്മൾ എങ്ങനെയാണേലും ഒരു വണ്ടിയിൽ 4 പേരാണേലും നമ്മൾ ബൈക്കിൽ പോയ കാലം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കാറ് കിട്ടുമ്പോൾ അത് തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല കംഫർട്ടാട്ടോ. ഞാനാണെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടുണ്ട്. നല്ല കംഫർട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൈഗർ എടുത്തതിന്റെ മെയിൻ ഘടകങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ ഇതിന്റെ ഡിസൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ഡിസൈൻ ഒന്ന് വേഗം ഓടിച്ചിട്ട് നോക്കിയിട്ട് വന്നാലോ? ഓക്കെ, നമ്മുടെ കൈഗറിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിനോയുടെ ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് റിനോയുടെ ലോഗോ എന്ന് പറയുന്നത്. അത് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു രീതിയിലാണ് ഇതിൻ്റെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ചേരുന്നതായിട്ടുള്ള ഒരു ഗ്രില്ലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പാർക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബീഡിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വാഹനപ്രേമികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവിടെ ഇവിടെയും കുറച്ച് മസിൽസ് വേണമെന്നുള്ളത്. അപ്പം ഞാനും തീർച്ചയായിട്ടും നോക്കുന്ന കാര്യമാണ്. കുറച്ച് വണ്ടിക്ക് കുറച്ച് ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലുക്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ചേഞ്ച് വരും. അത് റിനോ മിക്ക വണ്ടികളിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. റിനോയിലെ എല്ലാ വണ്ടികളിലും ഇറങ്ങി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കുറേ ബൾജസും കുറേ മസിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഫ്രണ്ടിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സൈഡ് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ കളേഴ്സ് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഡ്യുവൽ ടോൺ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് സിംഗിൾ ടോൺ ആണ്. ഡ്യുവൽ ടോൺ വരുന്ന സമയത്ത് മുകളിൽ ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനുള്ള റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത്ര ബലം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഡിസൈനിൽ നല്ലൊരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നീട് ഷാർക്ക് ഫിൻസ് ആൻറ്റീനയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ അല്ലാത്തതുകൊണ്ട് തന്നെ മുകളിൽ ഒറ്റ കളർ, ഈ വൈറ്റ് കളറിന് ഡ്യുവൽ ടോൺ നല്ലതായിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ് ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത്. പിന്നീട് നല്ല അടിപൊളി ലുക്കിലുള്ള സ്പോയിലേഴ്സും വന്നിട്ടുണ്ട്. പിന്നീട് സൈഡ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സൈഡ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നൈറ്റ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിക്കും. കാരണം സെയിം പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിനോയുടെ ഡസ്റ്ററും നമ്മുടെ നിസാൻ ടെറാനോയും സൈഡിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? അതുപോലെ ഒരു കൺഫ്യൂഷൻ ഈ ഒരു വാഹനത്തിലും ഈ ഒരു 2 വാഹനങ്ങൾ തമ്മിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കൺഫ്യൂഷൻ മാറുന്നത് ഈ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴാണ്. ബാക്ക് സൈഡിലെ ഇതിൻ്റെ ടെയിൽ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബൾജ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബൾജിങ് വളരെ ലുക്കിന് നല്ല രീതിയിലുള്ള വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു 90% ഫ്രണ്ടിൽ നിന്ന് ഇത്ര ഒരു % കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തിലാണ് ഇതിൻ്റെ മെയിൻ ലുക്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ നല്ലൊരു ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഈ ഒരു ഡിസൈൻ വളരെ നല്ലൊരു ഡിസൈനിങ്ങിലാണ് ടെയിൽ ലാമ്പ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അതിൻ്റെ ബാക്കിലെ ഗ്ലാസ്സൊക്കെ നല്ല സ്ലാൻഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബാക്കിലും നമ്മുടെ ലോഗോ ഫ്രണ്ടിലെ തന്നെ അത്രയും വലുപ്പമില്ലാത്ത രീതിയിലുള്ള നോർമൽ സൈസിലുള്ള ഒരു ലോഗോ ബാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട് റിനോയുടെ. അതുപോലെ തന്നെ കൈഗർ എന്നുള്ള ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നമ്മുടെ ലോഗോയുടെ നടുക്ക് ഒളിച്ചിരിപ്പുണ്ട്. ക്യാമറയുടെ ലോഗോയുടെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് കൊടുക്കുന്ന വാഹനമാണ്. കാരണം നിസാൻ മാഗ്നൈറ്റിന് 375 ലിറ്ററാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇതിന് 400 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇറക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ഫീച്ചേഴ്സിനൊന്നും ഒരു പഞ്ഞോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പം ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കീ എടുക്കാം. നമ്മുടെ കീയിലാണ് ഏറ്റവും വലിയൊരു സ്പെക്ക് ഉള്ളത്. കാരണം വളരെ മികച്ചൊരു ഡിസൈനാണ് കീക്ക് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മൊബൈൽ ഫോൺ, നമ്മുടെ പണ്ടത്തെ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്ന പോലെ തീരെ വെയിറ്റ് കുറഞ്ഞ നല്ലൊരു കീ ആണ്, നല്ലൊരു ഡിസൈനാണ് റിനോ കൈഗറിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി കീലെസ് എൻട്രി ആണ് വന്നിരിക്കുന്നത്. കീ കൊണ്ട് നമുക്ക് ചെന്നാൽ മാത്രം മതിയാവും. ഓക്കെ, നമുക്ക് വാഹനത്തിലേക്ക് പ്രവേശിച്ച് നോക്കാം.
നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് വളരെ നല്ലൊരു ഡിസൈൻ, വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീലും നമുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് റിനോ കൈഗറിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം മാഗ്നൈറ്റ് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സും പിന്നീട് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കിയാൽ തന്നെ നമ്മുടെ മാഗ്നൈറ്റിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് നോർമലി ഉള്ള പോലെ തന്നെ നമ്മുടെ ഹസാർഡ് സ്വിച്ച്, അതുപോലെ തന്നെ ലോക്ക് സ്വിച്ച്, പിന്നീട് നമ്മുടെ AC കൺട്രോൾ സ്വിച്ചുകളും കാര്യങ്ങളും, ഫാൻ കൺട്രോൾ കാര്യങ്ങളും, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും വന്നിട്ടില്ല. പിന്നീട് USB പവർ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇനി വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ്, അതുപോലെ തന്നെ താഴെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്പേസാണ്, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന് വയർലെസ് ചാർജിങ് വരുന്നില്ല, RXT മോഡലിൽ വന്നിട്ടില്ല. അടുത്ത വേരിയൻറ്റിന് വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ്ങോട് കൂടിയാണ് വരുന്നത്. പിന്നീട് ഇതിന് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴെയും ചെറിയൊരു സ്പേസ്, ചെറിയ നമ്മുടെ വാളറ്റും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഗിയർ നോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. 5 ഗിയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് നോർമൽ റിനോ വണ്ടികൾ കാണാനുള്ള പോലെ തന്നെ ഫ്രണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല ഡെപ്ത്തുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ചില സാധനങ്ങൾ വെക്കാനായിട്ട് നല്ല ഡെപ്ത്തുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് സീറ്റ് നോക്കിയാലും നല്ല രീതിയിലുള്ള ആം സപ്പോർട്ടും അതുപോലെ തന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള നല്ല ഡിസൈനുള്ളൊരു സീറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൈഗറിൻ്റെ ബാക്കിലത്തെ സീറ്റിൻ്റെ സ്പേഷ്യസ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. നമ്മുടെ മാഗ്നറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റാണ് ബാക്കി വന്നിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം ബാക്കിലോട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഫുൾ ബാക്കിലോട്ടല്ല. എങ്കിലും നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നീട് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആംറസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആംറസ്റ്റിൽ ബോട്ടിൽ ഹോൾഡറും അതുപോലെ ഫോൺ വെക്കാനുള്ള സ്പേസും എല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ RXT മോഡലാണെങ്കിൽ തന്നെ ഇതിനും റിയർ AC കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നീട് നമുക്ക് ചാർജിങ്ങിനുള്ള സോക്കറ്റും കാര്യങ്ങളും എല്ലാം റിയറിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്പേസ് ആണ്. ഇൻറ്റീരിയറിലെ കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? ഓക്കെ, ഇൻറ്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പം എനിക്ക് ആദ്യമേ നിർബന്ധം ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് സീറ്റും പാസഞ്ചർ സീറ്റും തമ്മിലൊരു ഗ്യാപ്പ് അല്ലെ, ഒരു എന്താ പറയാ, ഒരു വേർതിരിക്കുന്ന എന്തെങ്കിലും സംഭവം വേണമായിരുന്നു. കാരണം കൈയൊക്കെ വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഡിസൈൻ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്പോർട്ടി ലുക്കിലൊക്കെ അകത്തും വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഡിവിഷൻ വേണം, അത് തന്നെ ഒരു ഡിവിഷൻ വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് ഇച്ചിരി നമുക്കൊരു സ്പേസ്, ഒത്തിരി സ്പേസ് പോകാതെ, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് സ്പേസോടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന പോലുള്ളൊരു ഡിവിഷൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കിയപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ നല്ല ഒരു സ്മൂത്ത് ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആംറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ആംറസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് സ്പേസുകളാണെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് റിനോ കൈഗർ ഭയങ്കര സംഭവമാണ്. ഒരുപാടടുത്ത് സ്റ്റോറേജ് അപ്പോൾ സാധനങ്ങൾ ഇഷ്ടംപോലെ വെക്കാനായിട്ട് ഇഷ്ടംപോലെ വെക്കാം. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഫോൺ കണക്ട് ചെയ്ത്. ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? സ്മൂത്ത് ആണോ? ഡിസ്പ്ലേ ഞാൻ മാഗ്നറ്റ് നേരത്തെ ഓടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴല്ലോ കുറച്ചുകൂടെ എന്താ പറയുക, ടച്ച് റെസ്പോൺസ് ആണ്. സാധാരണ നമ്മുടെ കാറിനകത്തൊക്കെ വരുന്ന ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു, അതായത് ഇൻബിൽഡ് വരുന്നത് ഒരു 0.00 സെക്കൻഡ് ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കൈഗർ നമുക്ക് ഓടിച്ച് നോക്കാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി വണ്ടി ഓടിച്ച് നോക്കി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് 1 ലിറ്റർ എഞ്ചിൻ അല്ല ഇതിന് വരുന്നത്. 1 ലിറ്റർ ടെർബോ അല്ല, ഇതിന്റെ മുകളിലാണ് ടെർബോ എഞ്ചിൻ വരുന്നത് അല്ലേ? അപ്പം ടെർബോയിലോട്ട് പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? എത്ര രൂപയുടെ വ്യത്യാസമാണ് ഏകദേശം ടെർബോയ്ക്ക് വരുമ്പം? ഒരു വേരിയന്റ്, എല്ലാ വേരിയന്റിന്റെയും ടെർബോ ഉണ്ട്. ഇപ്പൊ ഈ RSTയുടെ ടെർബോ തന്നെ വരുമ്പം ഏകദേശം 2 lakhനടുത്തുള്ള വ്യത്യാസമുണ്ട്. 2 lakhs റേഞ്ചിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടിക്ക് എത്രയായി ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്? ഇതിന് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പം ഏകദേശം 8.5 lakhs ആണ് ഓൺ റോഡ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ,
നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട്, നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഗ്രൗണ്ടാണുള്ളത്. ഇത് ആറന്മുള എയർപോർട്ടാണ് കേട്ടോ. ആറന്മുള എയർപോർട്ട് വരാനിരുന്ന ഒരു സൈറ്റാണ്. അപ്പം ഇഷ്ടംപോലെ ഗ്രൗണ്ട്സ്, ഇതുപോലെ ഗ്രൗണ്ട്സ് ഇവിടെ വെറുതെ കിടപ്പുണ്ട്. നമ്മൾ ഇവിടോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓഫ് റോഡ് വേണമെങ്കിൽ ഓഫ് റോഡ് ഉണ്ട്, നല്ല വഴിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. ഓക്കെ, നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു ഇത് ഓടിക്കുന്ന സമയത്ത്. ഇപ്പം നല്ല നിങ്ങളുടെ നാട്ടിൻ പുറത്തെ ചെറിയ റോഡ്സുകളിൽ ഓടിക്കുമ്പോൾ എങ്ങനെയുള്ള കംഫോർട്ടാണ് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ തന്നെ ഓടിക്കുന്ന വണ്ടി ഒരു സൈലന്റ് ആണ്. വണ്ടി സൈലന്റ്, ഭയങ്കര സൈലന്റ് ആണ്. അകത്തോട്ടൊന്നിന്റെ സൗണ്ടോ ഡിസ്റ്റർബൻസോ ഒന്നും വരുന്നില്ല. കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക്. പിന്നെ അധികം എന്താ പറയാ, അതിന്റെ സസ്പെൻഷനൊക്കെ കുറച്ച് അത്ര റിജിഡ് അല്ല. മാഗ്നറ്റിന്റെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓടിച്ചത് വെച്ചിട്ട് മാഗ്നറ്റ് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളൊരു സ്റ്റിഫ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ. പക്ഷേ ഇത് അത്രയില്ല കേട്ടോ, നല്ലൊരു കംഫി ഫീലാണ്. അപ്പം നല്ല റോഡ്സിൽ ഓടിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, കുറച്ച് സോഫ്റ്റ് സസ്പെൻഷന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ബാലൻസ് ആയിക്കോളും, കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആറന്മുള എയർപോർട്ടിൻ്റെ സൈഡിലാണ്. ഇവിടാണ് ആറന്മുള എയർപോർട്ട് വരാനിരുന്നത്. ഇവിടാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നീട് ഇതിൻ്റെ ടയർ സൈസ് വന്നിരിക്കുന്നത് 16 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നീട് റൂഫ് റെയിൽസ് വലിയ ബലമില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. എത്ര കിലോ വരെയാണ് ഇതിൻ്റെ? എനിക്ക് തോന്നുന്നു ഒരു 50 എന്നാണ് പറയുന്നത്. 50 സപ്പോർട്ടീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 50 കിലോ വരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എങ്കിലും നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ലുക്കിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഉപയോഗിക്കാറില്ല. ട്രിപ്പ് പോകുന്നവർ തുല ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലുക്കാണ്, അതെ, SUV ലുക്ക് കിട്ടും. ഓക്കെ ബ്രോ, അപ്പം ഇത് ഏത് മോഡലാണ് ഇത് വന്നിരിക്കുന്നത്? ഇത് RXZ തൊട്ട് താഴെയുള്ള മോഡലാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് ഓൺ റോഡ് ഇറങ്ങിയപ്പം എത്ര പ്രൈസ് ആണ്? നമുക്ക് ഷോറൂം പ്രൈസ് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ എല്ലാം കൂടെ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു 8.5 lakh വന്നു. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്തത്? എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻഡിലെ ക്രോം ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിന് ഇന്റീരിയർ കുറച്ച് ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കുറച്ച്. പിന്നെ ഈ റെയിൻ ഗാർഡ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഓൾറെഡി ഇതിന് ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പിലോട്ട് പോകുമ്പോൾ അതെല്ലാം കിട്ടുന്നതായിരിക്കും അല്ലേ? എന്നാലും ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ. ക്രോമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും ക്രോം ഫിനിഷ്. ഓക്കെ, അതെ, ചിലർക്ക് കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പം ഈ വണ്ടിക്ക് ഓൺ റോഡ് വന്നിരിക്കുന്നത് 8.5 lakhs RXZ-ഉം പിന്നെ ഇതിന്റെ താഴോട്ടുള്ള പിന്നെ ബേസ് മോഡലുകൾ വരുന്നത് RXC-യും RXL ആണ്. ഈ ഇത് രണ്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാൽ അത്ര RXZ-ന്റെ അത്രയും വിലയും വരുന്നില്ല. ഫീച്ചേഴ്സ് ഏകദേശം വരുന്നുണ്ട്. അപ്പം കൂടുതൽ വിറ്റ് പോകുന്നത് RXT മോഡലാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫാമിലി കാർ എടുക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു മോഡൽ എന്ന് പറയുന്നത് RXT തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം 8.5 lakhs വരുന്ന RXT മോഡലാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമ്മുടെ ഉടമ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്ര നേരം നമുക്ക് വേണ്ടി, നമ്മുടെ ചാനലിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. നമുക്കങ്ങനെ റിനോ കൈഗറിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് യൂസറിനോട് തന്നെ ചോദിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ മറക്കാതെ കാണുക. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ റിനോ കൈഗറിൻ്റെ ഏകദേശമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അത്രയും നാൾ ഓടിച്ചപ്പം ഉള്ള കംഫർട്ടും കാര്യങ്ങളും അതിൻ്റെ മൈലേജും സർവീസിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് പുതിയ ഇതുപോലുള്ള വീഡിയോസ്, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.